ഈ സിനിമാ കഥയെ വെല്ലുന്ന കഥയാണ് മലപ്പുറത്ത് നടന്നിട്ടുള്ളത്. അതിലെ നായകൻ ഇന്നലെ മരണപ്പെട്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, ശങ്കരനാരായണൻ. അദ്ദേഹത്തിൻ്റെ കുഞ്ഞു മകളെ കൊലപ്പെടുത്തിയ ആ പ്രതിയെ തിരിച്ചു കൊലപ്പെടുത്തിയാണ് അദ്ദേഹം പകരം വീട്ടിയത്. ഓരോ അച്ഛനും അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാനായി കാത്തിരിക്കുകയാണ്. അത് കാരണം അദ്ദേഹത്തിന് ഇന്നലെ മരണത്തിന് ശേഷമല്ലേ വലിയ രീതിയിലാണ് ഒരു സാധാരണക്കാരൻ, മലപ്പുറത്തെ ഒരു സാധാരണക്കാരൻ ഇത്രയും അധികം ചർച്ചയാകുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഈ ശങ്കരനാരായണൻ ലോകത്തിന് മുന്നിൽ ഒരു പ്രത്യേകിച്ചും പെൺമക്കളുള്ള അച്ഛന്മാർക്ക് ഒരു വീര ഇതിഹാസ കഥാപാത്രമായി മാറിക്കഴിഞ്ഞിട്ട് ഒരുപാട് നാളുകളായി. 2001 ഈ സംഭവം. അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു. തിങ്കളാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അദ്ദേഹം മരിച്ചത്. 75 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന് മരിക്കുമ്പോൾ. അദ്ദേഹം ഈ ശങ്കരനാരായണൻ എന്ന മനുഷ്യൻ അല്ലെങ്കിൽ ആ അച്ഛൻ ജനശ്രദ്ധ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് 2001 ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗമാണ് ശങ്കരനാരായണൻ. അദ്ദേഹം മലപ്പുറത്താണ്. അദ്ദേഹത്തിൻ്റെ മകൾ കൃഷ്ണപ്രിയ, 15 വയസ്സ് മാത്രമുണ്ടായിരുന്ന കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ദിവസം വൈകിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു. ശവം പാടത്ത് കിടക്കുകയായിരുന്നു. ഈ കുട്ടി വരാൻ വൈകുന്നത് കണ്ട് ഇവർ അന്വേഷണമൊക്കെയായി അങ്ങനെ നാടുനീളെ അന്വേഷിച്ച് നടന്നാണ് ഒടുവിൽ കണ്ടെത്തുന്നത് മകളുടെ അത് പോലീസ് അന്വേഷണം വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോയി ഘാതകനെ കണ്ടെത്തി. ഇവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള, ശരിക്കു പറഞ്ഞാൽ അയൽവാസിയായ ഒരാളാണ് ഈ കുട്ടിയെ ഈ പറഞ്ഞതുപോലെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഈ അയൽവാസി ഇളങ്കൂർ ചാരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുന്നുമ്മൽ മുഹമ്മദ് കോയ. അയാൾക്കും പ്രായം വളരെ കുറവാണ്, ചെറുപ്പക്കാരനാണ്. ഇയാളാണ് അതിക്രൂരമായിട്ട് ഈ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. മുഹമ്മദ് കോയക്കെതിരെ മുൻപും കേസുകൾ അതെ, ഇയാൾ പല പോക്സോ കേസുകളുടെ അടക്കം പ്രതിയാണ്. ഇങ്ങനെയുള്ള ഒരാളിനെ ഒരു മുൻകരുതലുമില്ലാതെ മറ്റൊരു നടപടികളുമില്ലാതെ അങ്ങ് ജാമ്യം കൊടുത്ത് ഇറക്കി വിട്ടു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു മാറ്റമില്ലല്ലേ? ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. കേസിലെ പ്രതികൾ ഇറങ്ങി നടക്കുകയും വീണ്ടും 3 മാസം ജയിലിൽ കിടക്കും. 3 മാസം കഴിയുമ്പോൾ നെഞ്ചും വിരിച്ച് പുറത്തിറങ്ങി നടക്കുന്ന കാഴ്ചയാണ്. അതായത് ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ആ ഇരയുടെ കുടുംബാംഗങ്ങളെയും ആ ഇരയെ തന്നെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശങ്കരനാരായണൻ അത് കാണാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ശക്തമായ ഒരു അച്ഛൻ എന്താണോ ചെയ്യേണ്ടത് അതിനുള്ള ഒരു നടപടിയിലേക്ക് അദ്ദേഹം പോയി. കേസൊക്കെ വളരെ കാര്യമായിട്ട് നടന്നു. ഇയാൾ പറഞ്ഞതുപോലെ അറസ്റ്റിലായി. പക്ഷേ ജാമ്യത്തിലിറങ്ങി നെഞ്ചും വിരിച്ച് ഈ അച്ഛൻ്റെ മുന്നിൽ കൂടെ തന്നെ ആ മകളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന എന്താ പറയുക, കണ്ണേ കയ്യേ എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന മകളെ പിന്നെ പഠിപ്പിച്ചൊരു വലിയ നിലയിൽ എത്തിക്കണം എന്ന് ആഗ്രഹിച്ച ആ അച്ഛൻ്റെ മുന്നിൽ ആ സകല ധാർമ്മികതയെയും നിയമവ്യവസ്ഥയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് മുഹമ്മദ് കോയ നെഞ്ചും വിരിച്ച് നടക്കാൻ തുടങ്ങി. ഈ അച്ഛൻ അത് സഹിക്കാനാവുന്നത് ആയിരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുത്തു. അല്ല, അതോടൊപ്പം തന്നെ ഈ മകളുടെ മരണത്തിന് പിന്നാലെ ആ കുട്ടിക്ക് അന്ന് ചെറിയ പ്രായമായിരുന്നു. അതിന് പിന്നാലെ ഇദ്ദേഹം ഈ വീടിനുള്ളിലായിരുന്നു, ഉറക്കവുമല്ല. പക്ഷെ അന്ന് തന്നെ ഈ കുട്ടിയുടെ മരണത്തിന് പിന്നാലെ തന്നെ ഈ കട്ടിലുണ്ടല്ലോ, കുട്ടിയെല്ലാം ഉപയോഗിച്ചിരുന്ന കട്ടിൽ, അച്ഛനും ഉപയോഗിച്ചിരുന്ന കട്ടിൽ പുറത്തെടുത്തിട്ട് പിന്നീട് അദ്ദേഹം വീട്ടിനുള്ളിൽ കിടന്നുറങ്ങിയിട്ടില്ല. അതെ, അദ്ദേഹം ഈ ശങ്കരനാരായണൻ്റെ പ്രവൃത്തികളെല്ലാം എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. ആ മകളെ അച്ഛൻ എത്ര സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അതൊക്കെ. അദ്ദേഹം ഈ മകളുടെ ചിത്രം വെച്ച് മാലയിട്ട് അതിൻ്റെ മുന്നിൽ വിളക്കെല്ലാം കൊളുത്തി ഒരു എന്താ പറയേണ്ട, ഒരുതരം ഒരു ആത്മസമർപ്പണം. ഈ മകളെ കൊന്ന ആ കുറ്റവാളിക്ക്, ആ പ്രതിക്ക് പൂർണ്ണമായിട്ടും ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നുള്ളൊരു ആത്മസമർപ്പണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിശ്ചയദാർഢ്യം. അതെ, പക്ഷേ നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങളും അതുപോലെ പോലീസുമൊക്കെ ഈ അച്ഛൻ്റെ ആ വേദനയെ, അച്ഛൻ്റെ ആ സങ്കടത്തെ, അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിനെ കണ്ടില്ല. അന്ന് അതോടൊപ്പം തന്നെ ഈ പ്രതിക്ക് ആ കാലത്ത് രാഷ്ട്രീയമായി വലിയ പിന്തുണ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ പോലെയുള്ള കക്ഷികളൊക്കെ
ഈ ആളിനെ വലിയ രീതിയിൽ പിന്തുണച്ചു എന്നാണ് അന്ന് തന്നെ ചർച്ചയായ കാര്യങ്ങൾ. പക്ഷേ ഈ അച്ഛൻ്റെ വേദന, അച്ഛൻ്റെ കണ്ണുനീര് കാണാൻ നിയമത്തിനോ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവിടെയാണ് വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ നിലവിലും ചർച്ചയാകുന്നത്. അതെ, അവർ പറയുന്ന മലപ്പുറത്തിൻ്റെ ഈ ദാരുണമായ അവസ്ഥയെക്കുറിച്ച് അവർ പറയുന്നത് കുറ്റമല്ല, അവർ പറയുന്നത് തെറ്റല്ല, അത് ആരും പറഞ്ഞു പോകും. ശങ്കരനാരായണൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഒരു നാടൻ തോക്കുമായിട്ട് ചെന്ന് ഇയാളെ വെടിവെച്ച് കൊന്നതിന് ശേഷം പോലീസിൽ കീഴടങ്ങി എന്നാണ്. ഈ മുഹമ്മദ് കോയയെ കൃത്യമായിട്ട് നെഞ്ചിൽ തന്നെ നിറയൊഴിച്ച് കൊലപ്പെടുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഈ മുഹമ്മദ് കോയ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ആര് വേണമെങ്കിലും ഇയാളെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത്ര വലിയൊരു ക്രിമിനലാണ് ഈ മുഹമ്മദ് കോയ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ ശങ്കരനാരായണൻ അയാളെ കൊലപ്പെടുത്തിയിട്ട് പോലീസിൽ കീഴടങ്ങി. അവിടുത്തെ ജില്ലാ കോടതി ശങ്കരനാരായണനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അപ്പീലുമായി ഹൈക്കോടതിയിൽ പോയി. നമ്മൾ സിനിമയിലെല്ലാം കാണുന്ന മാസം എന്ന് പറയുന്ന പദം ഏറ്റവും അനുയോജ്യം ഈ മനുഷ്യനാണല്ലേ, ശങ്കരനാരായണൻ എന്ന മനുഷ്യനാണ്. അതെ, തീർച്ചയായിട്ടും. അല്ല, മലയാളത്തിൽ ഒരു സിനിമ, സുരേഷ് ഗോപി അഭിനയിച്ച ഒരു സിനിമ ഇറങ്ങി, ജനകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ 3 പേരെ ഈ അച്ഛൻ പ്രതികാരം ചെയ്ത് കൊലപ്പെടുത്തുന്നതാണ് ആ സിനിമയുടെ കഥ. അതിന് ആ അച്ഛനെ സഹായിക്കുന്ന ഈ മകളുടെ തന്നെ കൂട്ടുകാരായ 2 പേർ, ഒരു പയ്യനും ഒരു പെൺകുട്ടിയുമാണ് സഹായിക്കുന്നത്. ആ പയ്യൻ ആഭ്യന്തരമന്ത്രിയുടെ മകനാണ്, ആ പെൺകുട്ടി പോലീസ് കമ്മീഷണറുടെ മകളാണ്. എന്നിട്ടും ആ സുഹൃത്തിനോടുള്ള സ്നേഹം കൊണ്ട് സുഹൃത്തിൻ്റെ അച്ഛനെ ഈ പ്രതികാരം ചെയ്യാൻ അവർ സഹായിക്കുന്നതാണ് കഥ. അതിൻ്റെ ഒരു ത്രെഡ് ഇതിൽ നിന്നാണ്, ഈ സംഭവത്തിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രതി നോക്കിയപ്പോൾ ഒരു സാധാരണക്കാരനാണല്ലേ. അതെ, ഒരു ശങ്കരനാരായണൻ സാധാരണക്കാരൻ, ഒരു കർഷകനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മകളെ ഉപയോഗിച്ച് കൊല്ലാം. അതിന് ആരും ചോദിക്കില്ല. കയ്യിൽ പണവും പിന്നെ ഗുണ്ടാരാജും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും നടക്കും എന്നാണ് മുഹമ്മദ് കോയയെ പോലെയുള്ള ക്രിമിനലുകൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് കൃത്യമായ ഒരു മറുപടി ഈ കാലം കാത്തുവെച്ച ഒരു കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം. ശങ്കരനാരായണൻ്റെ കൈകൊണ്ട് തന്നെ ഈ ആൾ കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യത്തെ കേസ്. ആ കേസ് പക്ഷേ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, തെളിവെവിടെ? സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം ഈ അതോടൊപ്പം തന്നെ കോടതി ചോദിച്ച മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇദ്ദേഹം ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒന്നിലധികം ശത്രുക്കളുണ്ട്. ആര് വേണമെങ്കിലും കൊള്ളാം. പലരെയും ഇതുപോലെ പല പോക്സോ കേസുകളിലടക്കം പ്രതിയാണ് ഇയാൾ. അപ്പോൾ എന്തു വേണമെങ്കിലും അവിടെ സംഭവിക്കാം, ആര് വേണമെങ്കിലും ഇയാളെ കൊല്ലാം. ശങ്കരനാരായണൻ കൊന്നു എന്നുള്ളതിന് എന്താണ് തെളിവ്? അതാണ് ഹൈക്കോടതി പരിശോധിച്ചത്. എന്ന് മാത്രമല്ല, ഹൈക്കോടതി സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി ശങ്കരനാരായണനെ വെറുതെ വിടുകയും ചെയ്തു. അത് ശങ്കരനാരായണൻ്റെ ജീവിതം പെൺമക്കളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും അങ്ങേയറ്റം പ്രചോദനമാണ് ശങ്കരനാരായണൻ്റെ ജീവിതം. എനിക്ക് ഈ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെയാണ് ഓർമ്മ വരുന്നത്. അവിടെയെല്ലാം ഇത്തരം കൊച്ചുകുട്ടികളെ ആക്രമിക്കുന്നവരെ സ്പോട്ടിൽ തന്നെ കൊലപ്പെടുത്തുക എന്നത് നമ്മുടെ നിയമത്തിൽ അനുസരിക്കണം. ഭരണഘടന പ്രകാരം അവർക്ക് ശരിയാണ്, അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും തെറ്റാണ്. അതെ, അങ്ങനെ പറയുമ്പോഴേക്കും ഈ പ്രതികൾ നിരന്തരം അല്ലെ, നാം ഒരു കടുവയായാലും നിരന്തരം മനുഷ്യനെ ആക്രമിക്കുമ്പോൾ ആ മറ്റൊരു നിവൃത്തിയുമില്ലാതെ അതിനെ നമ്മൾക്ക് കൊല്ലേണ്ടി വരും. ഇവിടെയും അതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശങ്കരനാരായണൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. കാരണം ഗോവിന്ദൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സമൂഹം പൂർണ്ണമായി തന്നെ വിചാരിച്ചതാണ്, അവർ ആഗ്രഹിക്കുന്നതാണ് ആ പ്രതിയുടെ മരണം. പക്ഷെ പ്രതി ഇപ്പോൾ ഒരു സിനിമ ഇപ്പോഴും കൊണ്ടുവന്ന ഒരു സിനിമയിലല്ല അഭിനയിപ്പിക്കുകയല്ലേ, അത്ര ആ രീതിയിലേക്ക് നല്ല നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ച് സുഖജീവിതമാണ് ജയിലിൽ നയിക്കുന്നത്. അവനൊരു കൈയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഗോവിന്ദചാമിയെ പോലെയുള്ളവരുടെ ഈ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ക്രൂരമായ പ്രവൃത്തികൾ ഇനിയും ഗോവിന്ദചാമിമാരുള്ള നാട്ടിൽ ശങ്കരനാരായണനും ആവശ്യമാണ്.